വീണമോക്ക് ചായ കൊടുത്തായിരുന്നാ? എല്ലാവർക്കും ഉള്ള ചായ ഞാൻ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടപ്പേ, ആവശ്യമുള്ളവർ എടുത്ത് കുടിച്ചോട്ടെ. വീണമോളും അശ്വിനും കൂടി ഇന്നലെ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ. സെക്കൻഡ് ഷോയ്ക്കാൻ പോയ രാത്രിയാ വന്നത്. ഞാനാ വാതിൽ തുറന്നു കൊടുത്തേ. അവർ വന്നപ്പോഴേ അവർ കിടക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ലേറ്റ് ആയല്ലേ വന്നേ, വൈകി എഴുന്നേറ്റാ മതി, നേരത്തെ ഒന്നും എഴുന്നേക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പിള്ളേർ നേരത്തെ എഴുന്നേക്കാത്തെ. എൻ്റെ ആങ്ങളെ എപ്പോഴും പറയും വീണമോൾ ഒരു പിണക്കക്കാരിയാ, ചെറിയ കാര്യത്തിനോട് പിണക്കും. അവളുടെ മുന്നിൽ എല്ലാ കാര്യവും കൊണ്ട് കൊടുക്കണം. അവളൊരു കാര്യം ചെയ്യും, 2 കപ്പ് ചായ എടുത്തിട്ടേ അവരെ പോയി വിളിക്ക്, അവരൊന്ന് ഉറങ്ങി എണീക്കട്ടെ. അമ്മേ, വീണ അമ്മയുടെ ആങ്ങളുടെ മകളൊക്കെ ആയിരിക്കും, അമ്മ അവളുടെ അമ്മായിയൊക്കെ ആയിരിക്കും. പക്ഷെ കല്യാണത്തിന് മുന്നേ പോലെയല്ല. കല്യാണത്തിന് മുന്നേ അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവളുടെ അമ്മായി എന്ന സ്ഥിതിക്ക് അമ്മയ്ക്കും വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാനും അതുപോലെ ചെയ്തു കൊടുക്കണം, നമ്മൾ വാശി പിടിക്കരുത്, അത് ശരിയല്ല. പിന്നെ ചായ ആവശ്യമുണ്ടെങ്കിൽ അവൾ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ചായ ഒഴിച്ചു കുടിക്കുക. ഉണ്ടാക്കി കുടിക്കാൻ പറയുന്നില്ല, ഉണ്ടാക്കി വെച്ച സാധനം ഒഴിച്ചു കുടിച്ചാൽ മതി. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഒരാഴ്ചയിൽ ഏതോ ഒരു ദിവസം 7 മണി കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് അറിയാണ്ടൊന്ന് ഉറങ്ങിപ്പോയത്. അന്നത്തെ ദിവസം അമ്മ ഒരു ദിവസം ഫുൾ എന്നോട് മിണ്ടിയില്ല. രാവിലെ എണീറ്റപ്പോൾ എന്തോ ഒരു ചീത്തയമ്മ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ 9:30 10 മണി, സെക്കൻഡ് ഷോയോ തേർഡ് ഷോയോ എന്ത് ഷോ കഴിഞ്ഞ് വന്നതാണെങ്കിലും ഒരു സമയത്തിന് എണീക്കേണ്ട സമയത്ത് എണീക്കണല്ലോ അമ്മേ. അമ്മയുടെ ആങ്ങളുടെ മകളായ ഇളയ മരുമകൾക്ക് ഒരു നിയമം, മൂത്ത മരുമകൾ എവിടുന്നോ ഒരു വന്ന മൂത്ത മരുമകളായി എനിക്ക് വേറെ നിയമം. അങ്ങനെ ആവരുതമ്മേ. രണ്ടുപേരും ഒരുപോലെ കണ്ട നല്ലത്, അല്ലെങ്കിൽ ഈ കുടുംബം രണ്ടായിട്ട് തിരിയും കേട്ടോ.